ഹലോ ഗൈസ്, ഇന്നലെ രാത്രി പണി കഴിഞ്ഞ് വരുമ്പോൾ ഏട്ടൻ ഒരു മീൻതലയും കൊണ്ടാണ് വന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് വൃത്തിയാക്കി നോക്കി, പക്ഷേ എന്നെ കൊണ്ടാവുന്നേ ഇല്ല. അപ്പോൾ ഏട്ടൻ വന്നിട്ട് നന്നായിട്ട് വൃത്തിയാക്കി തന്നു. അതിൻ്റെ ഉള്ളിലുള്ള ചെതമ്പലും അതുപോലെ തന്നെ എന്തൊക്കെയോ കുടൽ പോലത്തെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ അത് നന്നായിട്ട് വൃത്തിയാക്കി തന്നു. ഫ്രീ ആയി കിട്ടിയതാണ്. അതുപോലെ തന്നെ എനിക്കിത് വെക്കാനും അറിയത്തില്ല. അങ്ങനെ ഞാൻ യൂട്യൂബ് നോക്കി പരീക്ഷിച്ച് വെച്ചതാണിത്. ആവശ്യമായ ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിത് ഉരുളിയിലാണ് വെക്കുന്നത്. അതിലേക്ക് ഉലുവയും കടുകിട്ട് പൊട്ടിച്ച് പിന്നെ അതിലേക്ക് ഉള്ളിയും പച്ചമുളക് ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പും കൂടി ഇടുക. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിടുക. പിന്നെ അതുപോലെ തന്നെ കുറച്ച് തക്കാളി ഞാൻ 2 തക്കാളിയാണ് അരിഞ്ഞിട്ടത്. അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ മല്ലിപ്പൊടി ഞാൻ 1.5 ടീസ്പൂണാണ് ഇട്ടത്. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല നേരം വൈകി. അതിൻ്റെ ഇടയ്ക്ക് ഗ്യാസും തീർന്ന് ആകെ പണി മടിയായിരുന്നു. ഗ്യാസൊക്കെ നിറച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. മല്ലിപ്പൊടിയുടെ പച്ചമണം മാറിയതിന് ശേഷം കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ മുളക് പൊടി ഇട്ടു. അതൊരു 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ ഇട്ടാൽ മതി, നിർബന്ധമില്ല. ഈ പറഞ്ഞ പോലെ നന്നായിട്ട് വഴറ്റിയെടുക്കും. പിന്നെ നമുക്ക് വേണ്ടത് കൊടമ്പുളിയാണ്. കൊടമ്പുളി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ആദ്യം കൊടമ്പുളി നന്നായിട്ട് കഴുകിയിട്ട് വേറെ വെള്ളം അതിലേക്ക് ഒഴിച്ചു നോക്കുക. അപ്പോൾ വെള്ളത്തിലും നല്ല പുളി പിടിക്കും. ഇത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുടംപുളിയാണ്. നമുക്കവിടെ മരമൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തെ പുളിക്ക് നല്ല എന്താ പറയുക, ഭയങ്കര കട്ടി നല്ല പുളിയാണ്. കുറച്ച് അത്യാവശ്യം നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുക്കുക, എന്നാലും നല്ല വറ്റത്തുള്ളൂ. കാരണം ഇത് ഉരുളി ആയതുകൊണ്ട് പെട്ടെന്ന് വറ്റുകയും ചെയ്യും. അപ്പോൾ അത്യാവശ്യം നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ കളറൊക്കെ മാറിയിട്ടുണ്ട്. അങ്ങനെ മീനിട്ട് കൊടുത്തു. മീനല്ല, തലയിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു 10-15 മിനിറ്റ് അടച്ചു വെച്ച് എന്നിട്ട് ഒന്ന് തുറന്നു നോക്കി. അപ്പം കുറച്ചും കൂടി ഒന്ന് കളർ വന്ന പോലെ ഉണ്ട്. ഇപ്പോൾ വീഡിയോയിൽ കാണുന്നതുകൊണ്ടാണ് മനസ്സിലാവാത്തത്. ഇനി പിന്നെയും തിരിച്ചിട്ട് കൊടുത്തു. അത് 3-4 വട്ടം 10-15 മിനിറ്റ് അടച്ച് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് അതിൻ്റെ മേലേക്ക് ആ ഗ്രേവിയും അതുപോലെ തന്നെ ചാറും ഒഴിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ചട്ടിയിൽ നമ്മുടെ വെളിച്ചെണ്ണ കാച്ചിയിട്ട് അതിലേക്ക് കടുകും കറിവേപ്പിലയും ഇഞ്ചിയും ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിക്കുക. എന്നിട്ട് നമ്മുടെ ആ കറിയിലേക്ക് ഒഴിക്കുക. ഇപ്പോൾ നന്നായിട്ട് കറിയൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്, ചാറ് നന്നായിട്ട് വറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. നല്ല മണമുണ്ട്. ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റും ഉണ്ട്. അത്യാവശ്യം നല്ല പുളി ഇറങ്ങിയിട്ടുണ്ട്. എരിവ് ഓവറില്ല, ഞങ്ങളുടെയൊക്കെ ഒരു പാകത്തിന് എരിവായിട്ടുണ്ട്. ഉള്ളി വഴറ്റുന്ന കൂട്ടത്തിൽ തന്നെയാണ് ഈ ഇഞ്ചിയൊക്കെ ഇടുന്നത്. പക്ഷേ മറന്നുപോയി. പക്ഷേ ലാസ്റ്റ് പിന്നെ മൂപ്പിച്ചിടാലോ എന്ന് വെച്ചു. അങ്ങനെ ഇത് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. സൂപ്പർ കറിയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ആദ്യമായിട്ട് വെച്ചതാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ നമ്മുടെ പാത്രത്തിലേക്ക് വിളമ്പാണ് കേട്ടോ. ഇത് ഒറ്റയ്ക്ക് കഴിക്കുന്നതായിരിക്കും. ഒറ്റയ്ക്ക് ചോറിൻ്റെ കൂടെ ഒന്ന് കഴിക്കാൻ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.